എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ അല്ലാന്ന് പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണ്. ചാക്കോച്ചന്റെ കാര്യത്തിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇവിടെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ചാക്കോച്ചന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബ്രില്യന്റ് എക്സ്ക്യൂസിറ്റ് പെർഫോമൻസ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിന്റെ പ്രൊമോഷൻ സമയത്ത് 10ഓളം പ്രോഗ്രാംസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഈശ്വരനോടും നിങ്ങളോടും നന്ദി പറയുന്നു. കാരണം അന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അവകാശവാദങ്ങളൊന്നുമില്ല, ഇതൊരു നല്ല ഫാമിലി ആക്ഷൻ ത്രില്ലർ സസ്പെൻസ് മൂവി ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൽ വേറൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തു, ചാക്കോച്ചന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. പെർഫോമൻസ് ബാക്കി എല്ലാവരും അവരവരുടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാക്കോച്ചന്റെ കാര്യത്തിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇവിടെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ചാക്കോച്ചന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബ്രില്യന്റ് എക്സ്ക്യൂസിറ്റ് പെർഫോമൻസ്. അത് നമുക്ക് ആ തിയേറ്ററിൽ പോകുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി എന്ത് സസ്പെൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സസ്പെൻസ് മൂവിയാണ്. ഇതൊരു ക്രൈം മാത്രമല്ല, ഫാമിലിയിൽ നടക്കുന്ന കാര്യം, ഇനി ഫാമിലിയിൽ ഈ ബോണ്ടിങ്ങിനിടയിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യത്തിൽ ഓരോ സെക്കൻഡും മാറി മാറി വരുന്ന ഒരു ടെൻഷൻ ബിൽഡിംഗ് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ അല്ലാന്ന് പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണ്. അത്രയ്ക്ക് എന്റർടൈൻമെന്റ് ഉള്ള. ഇനി ജിത്തു അഷ്റഫിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിന് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയ്ക്കാണ് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷേ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരു കന്നി സംവിധായകനാണെന്ന് തോന്നാത്ത രീതിയിൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ ഓരോ ഷോട്ടും എടുക്കുമ്പോഴും ഓരോ ലൈൻ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഡെപ്തിൽ പോയിട്ടുള്ള ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് മാർട്ടിൻ പ്രക്കാട്ട, രഞ്ജിത്ത്, സിബി, ഇവര് 3 പേരുമാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. ബാക്കി ക്യാമറാമാൻ തീർച്ചയായിട്ടും റോബി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടർ കൂടിയാണ് റോബി. അങ്ങനെ അച്ചമ്മൻ ചാക്കോ, ജെയ്ക്സ് ബി ജോയ്, അങ്ങനെ ഒരു വണ്ടർഫുൾ ടീമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഓഫ്കോഴ്സ് നിങ്ങൾ വിശാഖിന്റെയും ഒക്കെ തന്നെ പെർഫോമൻസ്, വിഷ്ണുവിന്റെ ഒക്കെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണാൻ പോവാണ്. ഐശ്വര്യ, ലയ, ഞങ്ങൾ എല്ലാവരുടെ ഒരു ടീം വർക്കാണ്. ഈ ടീം വർക്കിന്റെ വിജയമായിട്ട് കണക്കാക്കുകയാണ്. പ്രേക്ഷകരോടുള്ള നന്ദി, നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും നല്ലൊരു ക്രോസ് സെക്ഷനാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി ഈ പരിച്ഛേദത്തിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.